അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുമായി ബന്ധപ്പെട്ട ഹോം പേജിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസും കൂടെ റെക്കമെൻഡ് ചെയ്യും, സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ഈ കീവേഡ്സ് കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞു. കോപ്പി ടെക്സ്റ്റ് ഓൺ സ്ക്രീൻ. ഇനി നമുക്കിത് കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ചാനലിൽ ഞാൻ ഈ കാണിക്കുന്നത് പോലെ കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ടോ? ശരിയായ രീതിയിലാണോ നിങ്ങൾ കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? അതുപോലെ നിങ്ങൾ കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ വീഡിയോസ് വൈറലാകില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഇങ്ങനെ കൊടുത്തില്ലെങ്കിലും എത്രയോ വീഡിയോസ് വൈറലാകുന്നു എന്ന്. അങ്ങനെ വൈറലാകുന്ന വീഡിയോസ് ഉണ്ടാകും, പക്ഷെ വളരെ റെയറായി മാത്രം. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും മിനിമം വ്യൂസ് എങ്കിലും ലഭിക്കണമെങ്കിലും നിങ്ങളുടെ വീഡിയോസ് വൈറലാകണമെങ്കിലും നമ്മുടെ കീവേഡ് കൊടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, എന്താണ് ഈ കീവേഡ്സ്, എങ്ങനെയാണ് ഈ കീവേഡ്സ് കൊടുക്കുന്നത്, എവിടെ നിന്നാണ് നമ്മൾ ഈ കീവേഡ്സ് എടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. പുതിയ ക്രിയേറ്റേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസൊക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനി എന്താണ് കീവേഡ്സ് എന്ന് നോക്കാം. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുമായി ബന്ധപ്പെട്ട് സെർച്ചബിൾ വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ ചാനലിൽ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ശരിയായ രീതി എന്ന മലയാളത്തിലും ഹൗ ടു അപ്ലോഡ് യൂട്യൂബ് വീഡിയോസ് ഇൻ റൈറ്റ് വേ എന്ന് ഇംഗ്ലീഷിലും ടൈറ്റിലായിട്ട് കൊടുത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായിരിക്കും സെർച്ചബിൾ വേർഡ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക? അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു വ്യൂവറിന് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ട ശരിയായ രീതിയെ പറ്റി അറിയില്ല. അപ്പോൾ അവർക്കത് അറിയണമെങ്കിൽ അവർ എങ്ങനെയൊക്കെ ആയിരിക്കും സെർച്ച് ചെയ്ത് നോക്കുക? ഒന്നാമതായിട്ട് ഞാൻ ടൈറ്റിലായിട്ട് കൊടുത്തതുപോലെ ഹൗ ടു അപ്ലോഡ് യൂട്യൂബ് വീഡിയോസ് ഇൻ റൈറ്റ് വേ എന്നും ഇനി ഹൗ ടു അപ്ലോഡ് യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഹൗ ടു അപ്ലോഡ് യൂട്യൂബ് വീഡിയോസ് ഇൻ മലയാളം, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇങ്ങനെയുള്ള കീവേഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്യുന്ന ടൈമിൽ അവരുടെ ഹോം പേജിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസും കൂടെ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വ്യൂസ് കൂടുകയും സബ്സ്ക്രൈബേഴ്സ് കൂടുകയും അതുവഴി നമ്മുടെ വീഡിയോ വൈറൽ ആവുകയും ചെയ്യും. അപ്പോൾ ഇനി എന്താണ് കീവേഡ്സ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ കീവേഡ്സ് കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് റഫായിട്ട് പറഞ്ഞു തരാം. സാധാരണ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ശരിയായ രീതി എന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോപ്പി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടന്റാണോ ചെയ്യുന്നത് ആ കണ്ടന്റുമായി ബന്ധപ്പെട്ട കീവേഡ്സ് അത് നമുക്കിവിടെ ഹാഷ് കീ നൽകി അല്ലാതെ യുവർ ക്വയറീസ് എന്ന് നൽകിയും ഞാൻ ഈ കാണിക്കുന്നത് പോലെ കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ വീഡിയോസിന് കൊടുക്കേണ്ട കീവേഡ്സ് എവിടെ നിന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ ഐക്കൺ ക്ലിക്ക് ചെയ്ത് സെർച്ച് എന്ന് കാണുന്നിടത്ത് നിങ്ങളുടെ വീഡിയോയിൽ എന്ത് കണ്ടന്റ് ആണോ ചെയ്തത് അതിൻ്റെ ടൈറ്റിലൂടെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സെർച്ചബിൾ കീവേഡ്സ് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ഈ സെർച്ചബിൾ ടോപ്പിക്സിന്റെ താഴെയായിട്ട് ഓരോന്നിൻ്റെയും താഴെയായിട്ട് ലോ വോളിയം, മീഡിയം വോളിയം, ഹൈ വോളിയം എന്നും കാണാൻ കഴിയും. അതിൽ നിന്നും ഹൈ വോളിയം ഉള്ള ഒരു സെർച്ചബിൾ കീവേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോയുടെ ടൈറ്റിലായിട്ടും നൽകാവുന്നതാണ്. ഇവിടെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഒത്തിരി കീവേഡ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് നിങ്ങൾക്കെല്ലാം എഴുതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ഒത്തിരി സമയം വേണ്ടി വരും. അപ്പോൾ അതങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ സെർച്ചബിൾ ടോപ്പിക്സിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം പ്ലേ സ്റ്റോറിൽ കോപ്പി ടെക്സ്റ്റ് ഓൺ സ്ക്രീൻ എന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക.
ഞാൻ ഓൾറെഡി ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. ലാംഗ്വേജ് ഇംഗ്ലീഷ് ആക്കി കൊടുക്കുക. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് പോകും. ഇത് നമ്മുടെ നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുക. ക്രോപ്പ് ആവശ്യമാണെങ്കിൽ ക്രോപ്പ് ചെയ്യാം. ഇനി മുകളിലത്തെ ടിക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ നൽകിയ സ്ക്രീൻഷോട്ട് റിക്കഗ്നൈസ്ഡ് ടെക്സ്റ്റ് എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോപ്പി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി ഞാൻ ഈ കാണിക്കുന്നത് പോലെ പേസ്റ്റ് ചെയ്യുക. ഈസി ആയിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഈ കീവേഡ്സ് കൊടുക്കാവുന്നതാണ്. ഇനി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഉണ്ട് എങ്കിൽ ഈ കീവേഡ്സ് എല്ലാം എഴുതി വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. എന്താണ് കീവേഡ്സ് എന്നും എങ്ങനെയാണ് കീവേഡ്സ് കൊടുക്കേണ്ടതെന്നും ഇനി എവിടെ നിന്നാണ് കീവേഡ്സ് കണ്ടുപിടിക്കേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലും കീവേഡ്സ് ഒക്കെ കൊടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പതിയെ യൂട്യൂബിന്റെ റെക്കമെൻഡേഷനിലൂടെ നമ്മുടെ വ്യൂസ് കൂട്ടിയെടുക്കാനും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയെടുക്കാനും നമുക്ക് കഴിയും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.